കാര്യമില്ല. ഇവിടെ 4 വർഷമായിട്ട് ഇസ്ലാമിനെ മുസ്ലിം വിരോധം നിങ്ങൾക്ക് എന്താ ഇത് പറയാൻ എന്തായാലും പറ്റാതിരുന്നത്? ഇസ്ലാമിനെ 4 പാടും ചേർത്തങ്ങ് അടിക്കുമായിരുന്നല്ലോ. അപ്പൊ ഒന്നും ഈ ഒരു അനീതിയാണെന്ന് ആർക്കെങ്കിലും എന്താ പറയാൻ തോന്നാത്തത്? ആ പറയാത്തവനാണ് മിനിഞ്ഞാന്നും ഇസ്ലാമിനെ കുറിച്ച് ടോപ്പിക് ഇട്ടിട്ട് അവൻ അലറി വിളിച്ചവനാണ് ഇന്നിവിടെ വന്നിട്ട് അലറുന്നത്. ഹിന്ദുക്കളെ വിമർശിക്കരുത്, അവർക്ക് സൗഹൃദമില്ല, രാജ്യത്ത് കലാപം ഉണ്ടാവും പറഞ്ഞ് പറയുന്ന ആ ഡാഷിന്റെ കാവിട്ടി നിങ്ങൾ തിരിച്ചറിയും. അവനെന്താ ഉദ്ദേശിക്കുന്നത്? അവനാണ് ഇവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഓക്കെ, ഈ വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതിനിടയിൽ പറയുന്ന തെറിയാ സഹിക്കാൻ വയ്യ. അല്ല, കുറച്ച് സഹോദരന്മാർ അതായത് ഹിന്ദുക്കളെ വിമർശിക്കാൻ പാടില്ല, അല്ല, വിഷയം മനസ്സിലാക്കില്ലേ? പുതിയ ആളുകൾക്ക് ഒരു അവസരം കൊടുക്കണേ. ആരെങ്കിലും ഞാൻ പുറത്ത് ഇവിടെ നാസർബായിക്ക് വന്നിട്ടുണ്ട്. നാസർബായി നമ്മള് മതങ്ങളെ വിമർശിക്കണം നിർത്തണമെന്നാണ് കപട യുക്തിവാദികളും കപട എത്തിയിസ്റ്റുകളും കപട വിശ്വാസികളും പറയുന്നത്. ഒരു മതത്തെ എൻഡോസ് ചെയ്യുന്നവർ പറയുന്നു. നാസർബായി പറയട്ടെ, മൈക്കൂടും. ആരാണ് മതത്തെ വിമർശിക്കരുതെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എല്ലാ മതത്തെ വിമർശിക്കപ്പെടണം. പിന്നെ മതത്തെ ഓരോ മതവിശ്വാസികൾക്കും അവരുടെ മതം വിമർശിക്കപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിലും അവരുടെ മതം വിമർശിക്കപ്പെടരുതെന്ന് ആഗ്രഹമാണ് മതവിശ്വാസികൾക്ക് കേട്ടോ. എന്നാഗ്രഹമുള്ളവർ തന്നെയാണ്. അത് അവരുടെ മതം എന്തോ ഒരു സത്യമാണ്, എന്തോ ഒരു സ്വർണമാണ്, അതാണ് ഒറിജിനൽ എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അത് ഹിന്ദു വർഗീയവാദികളാണെങ്കിലും ക്രിസ്ത്യൻ വർഗീയവാദികളാണെങ്കിലും മുസ്ലിം വർഗീയവാദികളാണ്. അവർക്ക് ഇതര മതമാണ് വിമർശിക്കപ്പെടേണ്ടത്, തങ്ങളുടെ മതം വിമർശിക്കപ്പെടരുത് എന്ന ആഗ്രഹമാണ്. പക്ഷെ മതവിശ്വാസികൾക്ക്, സാധാരണ മതവിശ്വാസികൾക്ക് അവരുടെ മതം വിമർശിക്കപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. മതം വിമർശിക്കപ്പെടുന്നതിനും അവരവരുടെ മതത്തിന്റെ ഇപ്പൊ നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ അവർ പറയും ഇന്ന മതം നിങ്ങൾ പറയുന്ന പോലെ അല്ല, അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ് ആ മതത്തെ വിളിപ്പിക്കാൻ അവർ ശ്രമിക്കും. അതാണ് സാധാരണ വിശ്വാസികൾ ചെയ്യുന്നത്. അല്ലാതെ വിമർശിക്കരുത്, ഞങ്ങളുടെ മത വിമർശനത്തിന് അതീതമാണ് എന്ന് സാധാരണ മതവിശ്വാസികൾ പറയാറില്ല. പക്ഷെ മതവർഗീയവാദികൾ അങ്ങനെ പറയും, പക്ഷെ മതവിശ്വാസികൾ പറയില്ല. പകരം അവരെന്ത് ചെയ്യും? അപ്പൊ നമ്മൾ മതത്തെ വിമർശിക്കുമ്പം അവർ പറയും നിങ്ങൾ പറഞ്ഞ ആയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വചനം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശ്ലോകം അതങ്ങനെയല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനെ വളച്ചൊടിക്കുന്നു, നിങ്ങൾ അതിന് വേറെ അർത്ഥം കൽപ്പിക്കുന്നു, നിങ്ങൾ അതിനെ മാറ്റിമറിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ മതവിശ്വാസികൾ പറയുക. അല്ലാതെ ഞങ്ങളുടെ മതം വിമർശനത്തിന് അതീതമാണ്, നിങ്ങളുടെ മതം മാത്രമാണ് വിമർശിക്കപ്പെടേണ്ടതെന്ന് മതവിശ്വാസി പറയുകയില്ല. മതം പഠിച്ച് മതവർഗീയവാദി പറയും. കാരണം മതവർഗീയവാദിക്ക് അവന്റെ മതം ആ ലോകത്ത് അവന്റെ മതം എല്ലായിടത്തും സമൂഹത്തിൽ വ്യാപിപ്പിക്കപ്പെടണം, എന്റെ മതത്തിലേക്ക് ആൾക്കാർ വരണം, ഇങ്ങനെയൊക്കെ ഉള്ള വിശ്വാസം മത തീവ്രവാദികളാണ്. അതായത് മതവർഗീയ തീവ്രവാദികൾ. അവർക്ക് ആഗ്രഹമുണ്ട് തങ്ങളുടെ മതം വിമർശിക്കപ്പെടേണ്ടത്. പക്ഷേ മതവിശ്വാസി എങ്ങനെ ആഗ്രഹിക്കാതെ? മതവിശ്വാസിക്ക് തങ്ങളുടെ മതം വിമർശിക്കണ്ട എന്നവൻ ആഗ്രഹമൊന്നുമില്ല. വിമർശിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് മതത്തെ വെളുപ്പിക്കാൻ അവൻ ശ്രമിക്കും. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. അതിപ്പോ തുറന്നു പറയുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒന്ന് മൂടി വെച്ചുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിസ്റ്റുകൾക്കാണ് അങ്ങനത്തെ കൂടുതൽ ആഗ്രഹം. ഈ തങ്ങളുടെ മതം മാത്രമാണ് ചക്കര, ഇതര മറ്റു മതങ്ങളെല്ലാം അസത്യങ്ങളാണ്, നുണകളാണ്. അതിവിടെ പ്രചരിപ്പിച്ചില്ലേ? എം അക്ബർ എത്ര കാലം പ്രചരിപ്പിച്ച്? 10-15 കൊല്ലം ഈ കേരള സമൂഹത്തില് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പറഞ്ഞില്ലേ ഞങ്ങളുടെ മതമാണ് ചക്കര, നിങ്ങളുടെ മതമെല്ലാം മോശമാണ്, ഞങ്ങളുടെ മതമാണ് സത്യം, നിങ്ങളുടെ മതം അസത്യമാണ്, ഞങ്ങളുടെ ഖുർആൻ മാത്രമാണ് യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടാവിന്റെ കൃതി, നിങ്ങളുടേതൊക്കെ മനുഷ്യ സൃഷ്ടികളാണ്, മനുഷ്യ നിർമ്മിതമാണ് എന്ന് പറഞ്ഞതാരാണ് ഇവിടെ? എം അക്ബറാണ് പറഞ്ഞത്. അല്ല ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റോ ഒരു ഹൈന്ദവ സന്യാസിയോ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മൈക്ക് കെട്ടിവെച്ചു സ്നേഹ സമ്പാദക നോമന പേരിട്ടേച്ച് ഇതര മതസ്ഥരെ വിളിച്ചു വരുത്തിയേച്ച് ഇതാ ഞങ്ങളുടെ മതമാണ് ചക്കര, ഞങ്ങളുടെ മതമാണ് ഒറിജിനൽ, നിങ്ങളുടെ മതം അസത്യമാണ്, നിങ്ങളുടെ മതം നുണയാണ്, നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ മനുഷ്യ നിർമ്മിതങ്ങളാണ്, നിങ്ങളുടെ മതദൈവങ്ങൾ അശാസ്ത്രീയങ്ങളാണ്, അല്ലെങ്കിൽ അത് മനുഷ്യ നിർമ്മിതങ്ങളാണ് എന്ന് ഇവിടെ ഒരു എം അക്ബർ അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഒരു സാക്കിർ നായിക്കല്ലാതെ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കടന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാളെ പറയാവോ? ഒരു സാക്കിർ നായിക്കല്ലാതെ തങ്ങളുടെ മതമാണ് ചക്കര, നിങ്ങളുടെ മതമെല്ലാം അസത്യമാണ്, നിങ്ങളുടെ മതങ്ങളെല്ലാം നുണകളാണ് എന്നൊരു സാക്കിർ നായിക്കല്ലാതെ ലോകം മുഴുവനാണ് സാക്കിർ നായിക്ക് പറഞ്ഞു കിടന്നത്. ഒരു ക്രിസ്ത്യാനിയെ കാണിച്ചു തരാമോ അങ്ങനെ പറഞ്ഞു കിടന്നത്? ഒരു ഹിന്ദുവിനെ കാണിച്ചു തരാമോ അങ്ങനെ പറഞ്ഞു കിടന്നത്? ഒരു ജൂതനെ കാണിച്ചു തരാമോ അങ്ങനെ പറഞ്ഞു കിടന്നത്? ഇല്ല, സാക്കിർ നായിക്ക് മാത്രമേ ഉള്ളൂ. ഒള്ളി സാക്കിർ നായിക്ക്. കേരളത്തിൽ അങ്ങോളം പറഞ്ഞ ഒള്ളി എം അക്ബർ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. മറ്റാരും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ വന്നിച്ച് അവരുടെ മതം വിളമ്പും. യഹോവയെ സ്തോത്രം എന്ന് പറയും, യേശുവിലേക്ക് വരുമെന്ന് പറയും. അത് ഹൈന്ദവ സന്യാസിമാരും പറയുമായിരിക്കും. ഹൈന്ദവ സന്യാസികൾ ഇങ്ങനെ സ്റ്റേജ് കെട്ടി റോഡിൽ കൂടാണെന്ന് പറയുന്നില്ലേലും അവർ ചില സ്റ്റേജുകളിലും അവർക്കൊരു അവസരം കിട്ടുമ്പോൾ ഒക്കെ അവരും പറയും ഭാരതീയ ദർശനം നല്ലതാണ്, ഭാരതീയ ദർശനത്തിലാണ് ഏറ്റവും കൂടുതൽ സഹിഷ്ണുതകളുള്ളത്, അതൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. ശരിയാണ്.
പക്ഷേ ഒരു MM അക്ബറിനെ പോലെ തങ്ങളുടെ മതം മാത്രമാണ് നല്ലത്, നിങ്ങളുടെ മതം അസത്യമാണ്, ഞങ്ങളുടെ മതദൈവമാണ് യഥാർത്ഥം, നിങ്ങളുടെ മതമെല്ലാം, നിങ്ങളുടെ മതദൈവം നുണയാണ്, മനുഷ്യ നിർമ്മിതമാണ്, ഞങ്ങളുടെ മതഗ്രന്ഥമാണ് സത്യം, നിങ്ങളുടെ മതഗ്രന്ഥം അസത്യമാണ്, ഇങ്ങനെ കേരളം മുഴുവൻ പറഞ്ഞു കിടന്ന് ഒരു MM അക്ബറേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിനെ കാണിച്ചു തരാൻ പറ്റിയല്ല, ഒരു ഹൈന്ദവ സന്യാസിയെ കാണിച്ചു തരാൻ പറ്റിയല്ല. ആ രീതിയിൽ ലോകം മുഴുവൻ നടന്നു പറഞ്ഞ സാക്കിർ നായിക്ക് മാത്രമേ ഉള്ളൂ. അതിലൊരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റോ ഒരു ഹൈന്ദവ സന്യാസിയോ ഇല്ല. അപ്പൊ നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയണം. മതം എല്ലാ മതവും വിമർശിക്കപ്പെടേണ്ടതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാനത് പറഞ്ഞ താങ്കൾ കോൺടെസ്റ്റ് മനസ്സിലാക്കാതെയാണ് പറഞ്ഞത്. ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മതത്തോടും മമതയില്ലാതെ എല്ലാ മതവും പ്രശ്നങ്ങളും നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഇസ്ലാമിക വിമർശനമായിരുന്നു. കാരണം ക്ലബ് ഹൗസിന്റെ ഒരു പരിപാടി ഇസ്ലാമിക വിമർശനമായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഇത്തരം മതവിമർശനങ്ങൾ ഇവിടെ ക്ലബ് ഹൗസിൽ കുറവാണ്, അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ബൈബിൾ വിമർശനവും ഹിന്ദുത്വ വിമർശനവും ഇവിടെ ഡോക്യുമെന്റിലായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെന്റിലായിട്ട് തുടങ്ങിയപ്പോൾ അപ്പോൾ ഇനി പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഹിന്ദുത്വ വിമർശനം തുടങ്ങിയപ്പോൾ, ബൈബിൾ വിമർശനം തുടങ്ങിയപ്പോൾ ഇവിടെ കുരുപൊട്ടി കരയുന്നത് ആരാണെന്നറിയോ? ഹിന്ദുക്കളെ വിമർശിച്ചപ്പോൾ, ഹിന്ദുക്കളുടെ ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് വിമർശിച്ചപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾ പറഞ്ഞെന്താണ് ഞങ്ങൾ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് സ്വാഗതം ചെയ്തപ്പോൾ ഇവിടെയുള്ള ഈ ബൈബിൾ വിശ്വാസികൾ ഹിന്ദു മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദു മതങ്ങളെ വിമർശിക്കരുതെന്ന് പറഞ്ഞിട്ട് വ്യാപക പ്രചരണം അഴിച്ചുവിടുന്നു. ഹിന്ദുക്കൾ അസഹിഷ്ണുതരാണ്, രാജ്യത്ത് കലാപം ഉണ്ടാക്കും, നിങ്ങൾ ആരും വിമർശിക്കരുത് എന്ന് പറയുന്ന പൊളിറ്റിക്സ് അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. മനസ്സിലായോ? ഹിന്ദുക്കൾ ആ വിമർശനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബൈബിൾ വിശ്വാസികളും അവർ പറയുകയാണ് ഹിന്ദുക്കൾ അസഹിഷ്ണുതരാണ്, അവരെ വിമർശിച്ചാൽ രാജ്യത്ത് കലാപം ഉണ്ടാവുമെന്ന് പ്രചരിപ്പിക്കുന്ന പൊളിറ്റിക്സിനെ നാസർഭായി എങ്ങനെ കാണുന്നു? അതിനുശേഷം ജാമിദ് ടീച്ചർ വെൽക്കം. നമുക്ക് ജാമിദിലേക്ക് തിരിച്ചു വരാം. നാസർഭായിനൊരു പെട്ടെന്ന് മറുപടി വരും. എനിക്ക് നിങ്ങൾ ഈ പറയുന്നത് വീണ്ടും പിടുത്തം കിട്ടുന്നില്ല. ഹിന്ദു മതത്തെ വിമർശിക്കരുതെന്ന് ഏത് ക്രിസ്ത്യാനിയാണ് പറഞ്ഞത്? ക്രിസ്ത്യാനികൾ അപ്പോളജിസ്റ്റുകളൊക്കെ ഹിന്ദുക്കളെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അനിൽ കൊടുത്തോടത്തെ പോലുള്ള ആൾക്കാരെ ശക്തമായിട്ട് വിമർശിക്കുന്നവരാണ്. ആരും വിമർശിക്കരുത് എന്ന് പറഞ്ഞ ഒരാളെ ഒന്ന് പറയാമോ? നല്ല ആളാണ്. ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുടെ റൂം നാസർക്ക് എപ്പോഴും ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് അവർ റൂം ഇട്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ പേരിൽ തന്നെ റൂം ഇട്ടിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉദ്ദേശശുദ്ധി മറ്റൊന്നാണ്, അത് സതുദ്ദേശപരമല്ല. ഇവിടെ ക്രിസ്ത്യാനികൾ പറയുവാണ് ഹിന്ദുക്കളെ വിമർശിക്കരുതെന്ന് പറയുന്നതിന് ആ പൊളിറ്റിക്സ് എന്താ നാസർഭായിക്ക് ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്? അല്ല, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ വിമർശിക്കരുതെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ വിമർശിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ അനിൽ കൊടുത്തോട്ടൊക്കെ പച്ചക്ക് ഹിന്ദുക്കളെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടില്ല ക്രിസ്ത്യാനികളെ. അപ്പൊ ക്രിസ്ത്യാനികളെ വിമർശിക്കരുതെന്ന് പറയുന്ന അതെനിക്കറിയില്ല. ഹിന്ദുക്കളെ വിമർശിക്കരുതെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ പറയുന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പിന്നിലെ സതുദ്ദേശപരമല്ലാതെ നമ്മൾ പറഞ്ഞത്. അതിപ്പോ പല നരേറ്റീവുകൾ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നരേറ്റീവുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എക്സ് മുസ്ലിങ്ങളെ പറ്റി നരേറ്റീവുകൾ വരുന്നില്ലേ എന്ന് പറഞ്ഞല്ലോ. നരേറ്റീവുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നരേറ്റീവിൽ പെട്ടതാണോ എന്നൊന്നും അറിയില്ല. എല്ലാ മതവും വിമർശിക്കപ്പെടണം, മതങ്ങളും വിമർശിക്കപ്പെടാൻ. അത് ഏത് മതമാണ്? എല്ലാ മതവും വിമർശിക്കപ്പെടണം. ഇസ്ലാമിക മതത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുക. ഇസ്ലാം നശിച്ചു കഴിഞ്ഞാൽ ലോകത്തൊരു മാത തീവ്രവാദം ഉണ്ടാകുകയില്ല. അപ്പൊ ഇസ്ലാമിനെ ശക്തമായിട്ട് വിമർശിക്കുക. അതാണ് എന്റെ താഴെ വന്നിരിപ്പുണ്ട്. തിരിച്ചു വരാം. ടീച്ചറിന് ഞാൻ പറഞ്ഞായിരുന്നു, നാസർ ഭായി ടീച്ചറിന് സംസാരിക്കാന്ന് പറഞ്ഞായിരുന്നു. ടീച്ചർ വെൽക്കം. കേൾക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ? ഹലോ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ടീച്ചർ ഇപ്പൊ ഉണ്ടാവില്ലായിരുന്നു, നേരത്തെ മൈക്ക് എടുത്തിരുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് എത്തായിരുന്നു. ഒരു പക്ഷെ അവൈലബിൾ ആയിരിക്കില്ല. അവർ വരുമ്പോൾ സംസാരിക്കട്ടെ. തലോടി പറയാനുള്ള പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. അയ്യോ, ഇത് അൺമ്യൂട്ടാണ്. തലോടി ഞാനും ഇറക്കി വിട്ടതായിട്ട് കാണുന്നത്. നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടു. ഇറക്കി വിടുന്ന കാര്യം അത്ര ആൾക്കാർ അതാണ് നമുക്ക് മനസ്സിലാവാതെ. അതാണ് ഇവിടെ നമുക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതല്ലേ മോഡ് ചെയ്യാൻ പറ്റുന്ന സംഗതി. മൈക്ക് മ്യൂട്ട് ചെയ്യാലോ. നമ്മളിങ്ങനെ ഇറക്കി വിടുന്ന ആളെ ഇറക്കി വിടരുത് എപ്പോഴും പറയുന്നില്ല. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഞാൻ കുറെ കാലത്തിന് ശേഷം അധികം മുമ്പ് കയറുന്നതാണ്. ഇവിടെ 4 വർഷമായിട്ട് ഇസ്ലാമിക വിമർശനം തലകും വിലകും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കുറവാണ്. റൂമുകൾ റൺ ചെയ്യാൻ തന്നെ വളരെ പ്രയാസമാണ്. കാരണം ഈ യുക്തിവാദികള്, യൗക്കള്, സംഘികള്, ക്രിസംഖികള് എല്ലാരും കൂടെ
ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുന്നത് ഒരേ ഒരു വിഷയം മുസ്ലിങ്ങൾ 4 വർഷമായിട്ട് കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രശ്നത്തില് ഇപ്പൊ തീവണ്ടി എന്ന് പറയുന്ന റൂം എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ റൂമിൽ തന്നെ വന്നു നോക്കിയാൽ തന്നെ ഞങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചാണ് 5-6 ആൾക്കാർ. ഞങ്ങൾ പൊളിറ്റിക്സ് പറയാവുന്നതാണ്, ഇസ്ലാമിക വിഷയം മുസ്ലിങ്ങളെ നേരിടുന്ന വിഷയമാണ് സംസാരിക്കുന്നത്. പകരം ഇവിടെ വന്ന മറ്റു ആളുകള് ഈ അന്യമത ഈ രീതിയിൽ, അതായത് റാണി വരുന്നു, ഈ ക്രിസ്തു മതത്തെ വിമർശിക്കുന്നു, 5 വരുന്നു, ഹിന്ദു മതത്തെ വിമർശിക്കുന്നു. ഇതിന് രസം എന്ന് വെച്ചാൽ ഇവിടെ ഈ റൂമിന്റെ ഒരു കള്ളത്തരം ഞാൻ ഇവിടെ വെച്ച് പൊളിക്കുകയാണ്. അതായത് ഇവിടെ റാണി വന്നു ക്രിസ്തു മതത്തെ അറഞ്ചോ കുറഞ്ഞോ വിമർശനം തുടങ്ങി. അപ്പൊ അത് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ചോദ്യം ചെയ്ത ഒരൊറ്റ കാര്യമുള്ളൂ, അവരുടെ റീപ്ലേ എന്തിനു മുക്കിയെന്ന് മാത്രമാണ് ചോദിച്ചത്.